എല്ലാവർക്കും മിഠായി പൊടിയിലേക്ക് സ്വാഗതം. IPL ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. RCB vs GT. RCBക്കാണ് സാധ്യത, എന്തുവരെ സംഭവിക്കാം. ഞാൻ RCBക്ക് സാധ്യതയുള്ള കളിയാണ്. പിന്നെ നാളെ June 1 എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രവേശനോത്സവമൊക്കെ വരികയാണ്. അതിന്റെ പ്രിപ്പറേഷൻ എല്ലാം വേണ്ടി June 1 വളരെ പ്രധാനപ്പെട്ട മാസത്തെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോ ആദ്യം തന്നെ നമുക്ക് June 1 തന്നെ തുടങ്ങാം. നാളെ June 1 പ്രവേശനോത്സവം അല്ല, June 1 ലോക ക്ഷീരദിനം. ക്ഷീരം എന്ന് വെച്ചാൽ മിൽക്കാണ്. അപ്പോ ഈ മിൽക്ക് എന്ന ഒരു മിൽക്കിനെ കുറിച്ച് ഞാൻ ചോദ്യം ചോദിക്കാം. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആര്? June 1 ക്ഷീരദിനം, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആര്? അതാണ് ചോദ്യം. ഉത്തരം വർഗീസ് കുര്യനാണ്, ഡോക്ടർ വർഗീസ് കുര്യനാണ്. അദ്ദേഹം ഒരു മലയാളിയും കൂടിയാണ്. അപ്പോൾ June 1 വേൾഡ് മിൽക്ക് ഡേ. ആൻഡ് വർഗീസ് കുര്യൻ ഇന്ത്യൻ വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ വർഗീസ് കുര്യൻ ഓർത്തു വെക്കാം. ഇനി June 2 പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഇല്ല. June 3 ലോക സൈക്കിൾ ദിനം. പക്ഷെ ഇതിന് ചോദ്യം എന്റെ പ്രത്യേകത, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ സൈക്കിൾ ദിനത്തിനെ കുറിച്ച് പക്ഷെ വേറെ ചോദ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് സൈക്കിൾ? ആരാണ് സൈക്കിൾ കണ്ടെത്തിയത്? Sorry, inventor. Who is the inventor of cycle? June 3 cycle dinam. And who is the inventor of cycle? And uttaram Baron Carl von Drais, founder of cycle. Adava inventor of cycle. ബാക്കി വീഡിയോ ആയിട്ട് കിടക്കാം. അടുത്ത June 5 ലോക പരിസ്ഥിതി ദിനം. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ചോദിക്കുകയാണ്, എന്നാണ് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത്? ഏത് വർഷമാണ് പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്? ആൻസർ ഇസ് വെരി വെരി ഈസി. 1973. ഫസ്റ്റ് ടൈം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് 1973 72 സ്റ്റോക്ക്ഹോം സമ്മേളനം കഴിഞ്ഞാണ് 73 ഇത് ആഘോഷിച്ചു തുടങ്ങുന്നത്. അടുത്ത June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, ഫുഡ് സേഫ്റ്റി ഡേ. ഫുഡ് സേഫ്റ്റി ഡേക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. അപ്പൊ ഫുഡിനെ കുറിച്ച് ചോദ്യം ചോദിക്കാം. ഒരിക്കലും എക്സ്പയറി കഴിയാത്ത 2 ഫുഡ് ഉൽപ്പന്നങ്ങൾ. ഇത് ഫ്രഷ് ഐറ്റം ആണ്, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിന് എക്സ്പീരി കാണും. എന്നാൽ ഇത് ഫ്രഷ് ഐറ്റം, ഇതിനൊരിക്കലും എക്സ്പീരി തീരില്ല. എന്താണ്? ഒന്ന് ഹണി, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഹണിക്ക് ഒരിക്കലും എക്സ്പീരി തീരില്ല. 2 സോൾട്ട്, നമ്മളെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനമാണ് സോൾട്ട്. അപ്പോൾ ഹണിക്കും സോൾട്ടും നെവർ എക്സ്പയർ ആകില്ല. അടുത്തത് June 8 ലോക സമുദ്ര ദിനം. സമുദ്ര ദിനം എന്ന് വെച്ചാൽ സമുദ്രം എല്ലാവർക്കും അറിയാലോ, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. വെള്ളത്തിൽ തന്നെ ഏറ്റവും വലുത് സമുദ്രമാണെന്ന് അറിയാം. ഈ സമുദ്രത്തിൽ തന്നെ ഏറ്റവും വലിയ സമുദ്രം, ഏറ്റവും വലിയ സമുദ്രം ഏതെന്നാണ് എന്റെ ചോദ്യം. ആൻഡ് ദ ആൻസർ ഈസ് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ സമുദ്രം. അടുത്തത് June 12 ബാലവേല വിരുദ്ധ ദിനമാണ്. June 12 ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത് യൂണിസെഫ് ആണ്. യൂണിസെഫിന്റെ ഫുൾ ഫോം എന്തെന്നാണ് ഈ ചോദ്യം. യൂണിസെഫിന്റെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ എമർജൻസി ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ എമർജൻസി ഫണ്ട്. യൂണിസെഫ് എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ എമർജൻസി ഫണ്ട്. കഴിഞ്ഞ വർഷത്തെ 5ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ലോക ബാലവേല വിരുദ്ധ ദിനത്തെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഓർത്തു വെക്കുക, June 12. അടുത്തത് June 14 ലോക രക്തദാന ദിനം. ഡോണേഴ്സ് ഡേ ആണ്, വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ. അപ്പോൾ ബ്ലഡ് ഡോണേഴ്സിനെ കുറിച്ച് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇൻവെന്റർ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ ഇൻവെന്റർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. ഇസ് കാർൽ ലാൻഡ്സ്റ്റൈനർ. കാർൽ ലാൻഡ്സ്റ്റൈനർ. ഈ ബ്ലഡ് ഒക്കെ വരുമ്പോൾ ഇത് വരുമല്ലോ, കറ വരുമല്ലോ, അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും. കാർൽ ലാൻഡ്സ്റ്റൈനർ. അടുത്ത ചോദ്യം June 19 ദേശീയ വായനാ ദിനം. ചോദിക്കേണ്ട കാര്യമില്ല, മെയിൻലി കേരളത്തിലാണ് ഈ വായനാ ദിനത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം PN പണിക്കർ അറിയാലോ, PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം. അതായിരുന്നു എക്സ്ട്രാ പോയിന്റ് ചോദിക്കാൻ പറഞ്ഞത് സാറില്ല. അപ്പൊ June 19 വായനാ ദിനമാണ്. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം. അടുത്ത June 21 ലോക സംഗീത ദിനം. സംഗീതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ പഴയ കാലത്തൊക്കെ ഹരിമുരളീരവം, ഹാർമോണിയം, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്
സംഗീത ദിനം. സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ജൂൺ 21 സംഗീത ദിനമാണെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന പേര് സ്പോട്ടിഫൈ ആണ്. സ്പോട്ടിഫൈ ആണല്ലോ. ഇപ്പൊ എവിടെ പോയാലും മൊബൈൽ ഫോണിൽ സ്പോട്ടിഫൈ ഉള്ളവരാണ് കൂടുതൽ ആൾക്കാർ. ഈ സ്പോട്ടിഫൈ തുടങ്ങിയ വർഷം ഏതെന്നാണ് ചോദ്യം. സ്പോട്ടിഫൈ തുടങ്ങിയ വർഷം ലിപിക്കൊക്കെ മുമ്പാണ് സ്പോട്ടിഫൈ. സ്പോട്ടിഫൈ 2006 സ്പോട്ടിഫൈ തുടങ്ങിയത്. വിക്കിറ്റ് വീണ്ടും കറക്റ്റ് ഓക്കെ. അടുത്തത് ജൂൺ 21 ഒരു കാര്യം കൊണ്ടുണ്ടായിരുന്നു, വേൾഡ് യോഗ ഡേ. യോഗ ഡേ മീൻസ് നമുക്ക് മനസ്സിലൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് യോഗ. ഞാനൊക്കെ ഈ സ്കൂളൊക്കെ തുറന്നതിന് എന്നെ യോഗ എന്തോ യോഗാ ദിനം എന്ന ആശയം, യോഗയ്ക്ക് വേണ്ടി ഒരു ദിനം വേണമെന്ന ആ ഒരു ആശയം, ആ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത് ആരാന്നറിയോ? ഒരു ഇന്ത്യക്കാരനോ? ആരായിരിക്കും യോഗ ഇന്ത്യക്കാരൻ? നരേന്ദ്രമോദിയാണ് യോഗ ദിനം എന്ന് പറഞ്ഞേ. ഓഹോ നോ, ഇപ്പൊ കിട്ടിക്കാണല്ലോ ഉത്തരം. യോഗ ഏത് രാജ്യത്താണ് ഇൻവെന്റ് ചെയ്യപ്പെട്ടത്? ഇന്ത്യ. ഇന്ത്യയിലാണ് യോഗ. ലോകത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു സ്പോർട്സ് അല്ല, ഒരു മെന്റലി നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യോഗ. ലോകത്തെല്ലാരും 6 ആണോ? ലോകത്തെല്ലാരും യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ യോഗ കണ്ടുപിടിച്ചത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ആൻഡ് 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഇപ്പോ കേരളം ലോകം ഒട്ടാകെ ഇറങ്ങിയിരിക്കുകയാണ് ലഹരിക്കെതിരെ. അപ്പൊ ചോദിക്കാനുള്ളത്, കേരളത്തിലെ ഡിഹണ്ട് ഇപ്പൊ ഇല്ല, ഡിഹണ്ടിന്റെ പകരം ഒരു പുതിയ സർക്കാർ ലഹരിക്കെതിരെ ഒരു മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസിന്റെ കൂടെ ചേർന്ന് ഒരു മിഷൻ. ആ മിഷന്റെ പേരുണ്ട്, ഒരു കിടിലും സിനിമയ്ക്ക് കിട്ടാൻ പറ്റിയത്. ആൻഡ് ആൻസർ ഈസ് തൂഫാൻ ദി നാർക്കോ ഹണ്ട്. തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് നമ്മുടെ ഈ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. ആൻഡ് ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുമ്പോൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആചരിക്കാൻ തന്നെ കാരണക്കാരനായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് അതിനേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ്. ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്? കറക്റ്റ് ആൻസർ ഈസ് PC മഹൽനോബിസ്. അപ്പോൾ ഇത്രയാണ് ജൂണിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇനി ഓരോ മാസങ്ങളിലെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനെ കുറിച്ച് പല വീഡിയോകളും നമ്മൾ മുൻപിട്ടിട്ടുണ്ട്, അതും കാണാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജോയിൻ ചെയ്യുക. ചെറുതായിട്ടൊരു ഹൈപ്പും കൂടി തന്നു വിട്ടാൽ ഞങ്ങൾ സന്തോഷരാകും. അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. RCB ഇത്തവണ കപ്പടിക്കുന്നു. കപ്പടിക്കാൻ വിചാരിക്കാല്ലേ? എത്തില്ലേ? കപ്പെടുക്കാൻ വിചാരിക്കാം. ഓക്കെ, നിർത്തി. അതെ, ബൈ ബൈ ഗൈസ്. ഇപ്പൊ പ്രവേശനോത്സവമൊക്കെ അടിച്ചു പൊളിക്കുക. ഞങ്ങൾ ഈ റിവ്യൂ തന്നെ കാണിട്ട് കേറി